നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ 9 ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 26 കേന്ദ്രങ്ങളിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ പരിശീലന പരിപാടി ആൽഫ തറവാട്ടിൽ ഇന്ന് നടന്നു. ചെയർമാൻ KM നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ട്രസ്റ്റി താഹിറ നൂറുദ്ദീൻ, മെഡിക്കൽ ഡയറക്ടർ ജോസ് ബാബു, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിം സോളമൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ അവതരണങ്ങൾ നടത്തി. മുഖ്യപ്രഭാഷണം നടത്തിയ ചെയർമാൻ ഫിസിയോതെറാപ്പി വിഭാഗത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഉദ്ഘാടനത്തിന് തയ്യാറായ പുതിയ ആൽഫ ഹോസ്പീസിലെ ആരത്രിക യൂണിറ്റിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, സോഫ്റ്റ്വെയറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഓരോ സെന്ററിലും വേണ്ട ആധുനിക ഉപകരണങ്ങളുടെ ലിസ്റ്റ് പുതുക്കൽ, ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ തുടർ പരിശീലനം എന്നിവയായിരുന്നു പ്രധാന അജണ്ടകൾ. പുതിയ ആൽഫ ഹോസ്പീസിലേക്ക് കഴുത്തിന് താഴെ തളർന്ന രോഗികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ ചെയർമാൻ ആഹ്വാനം ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു സ്വാഗതവും ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു നന്ദിയും പറഞ്ഞു. പഞ്ചാബ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ചെന്നൈ SRM യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആൽഫയുടെ വിവിധ സെന്ററുകളിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി. ഇതിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പണവും അവതരണങ്ങളും ആൽഫ തറവാട്ടിൽ നടത്തി. തളിക്കുളം, അന്തിക്കാട് സെന്ററുകളിലായാണ് ഇവർ ഇന്റേൺഷിപ്പിനായുള്ള പഠനങ്ങൾ നടത്തിയത്. ഹോം കെയർ, ആരത്രിക, ഫിസിയോതെറാപ്പി തുടങ്ങിയ വിവിധ സേവനങ്ങൾ നേരിട്ടറിഞ്ഞ ഇവർ ആൽഫ എടമുട്ടം ഹോസ്പീസും സന്ദർശിച്ചു. ഉപാസന, ആശിഷ് കെയർ ഹോം, ഫിസിയോതെറാപ്പി, IP, ഡയാലിസിസ് തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ SAPC ആരിഷ് ക്ലബ് ഉദ്ഘാടനം നടന്നു. ഇതോടനുബന്ധിച്ച് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും അവബോധ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ സബീന സ്വാഗതം ആശംസിച്ചു. NSS സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആദിൽ പരിപാടിക്ക് നേതൃത്വം നൽകി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഗൗരി സ്വപ്ന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.